ഞങ്ങളാണ് വലിയ ശ്രേഷ്ഠരെന്ന് കരുതുന്ന ചിലരുടെ കണ്ണുകൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത ഒരു ശ്രേഷ്ഠമായ ഇരിപ്പിടത്തിൽ ദൈവം നിങ്ങളെ ഇരുത്താൻ പോകുന്നു. നിങ്ങളുടെ കസേര ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സന്തോഷത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അതിൻ്റെ ഒറ്റ വരി മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പരീശന്മാർ അത് കണ്ടു. പരീശന്മാർ അത് കണ്ടു. ആമേൻ. സാധാരണക്കാരും തള്ളപ്പെട്ടവരുമായ മനുഷ്യരുടെ കൂട്ടത്തിൽ യേശു ഇരിക്കുന്ന കാഴ്ച അന്നത്തെ കാലഘട്ടത്തിലെ ആത്മീയതയുടെ ഏറ്റവും മേൽത്തട്ടിൽ നിൽക്കുന്ന ഒരു പറ്റം മനുഷ്യർ കണ്ടപ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയായിരുന്നു. യേശു എന്ന സമൂഹം അംഗീകരിക്കുന്ന വ്യക്തി ദേശത്തോ സൊസൈറ്റിയിലോ യാതൊരുവിധ മൂല്യവും ആരും കൽപ്പിച്ചു കൊടുക്കാത്തത്ര അപരിഷ്കൃതരെന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ തരം താണവർ എന്ന കാറ്റഗറിയിൽ അവരൊക്കെ പെടുത്തിയിട്ടിരിക്കുന്ന ആൾക്കാരുടെ കൂടെ പന്തിഭോജനത്തിനിരിക്കുന്നത് കണ്ടപ്പോൾ യേശു ഇത്ര തരം താണവരുടെ കൂടി എന്തിനാണ് സ്വയം ചെറുതാകാൻ നിൽക്കുന്നത്? അവരുടെയൊന്നും കൂടെ നമ്മളെപ്പോലുള്ള മാന്യന്മാരൊന്നും ഇരിക്കരുത് എന്ന നിലയിൽ ഹൃദയത്തിൻ്റെ അകത്ത് ചില കാഴ്ചപ്പാടുകൾ, അകലങ്ങൾ സൂക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് ആ കാഴ്ച വല്ലാത്ത അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ പന്തിഭോജനമല്ല ഇവിടുത്തെ പ്രശ്നം. വിശപ്പുള്ളവർ ആഹാരം കഴിക്കുന്നതുമല്ല ഇവിടുത്തെ വിഷയം. അവർക്ക് കഴിക്കാൻ യേശു ഇരിക്കുന്ന കസേരയുടെ അരികിൽ തന്നെ സ്ഥാനം കിട്ടിയതാണ് ഇവിടുത്തെ അസ്വസ്ഥതയുടെ കാരണം. കർത്താവ് നിങ്ങളുടെ അരികിൽ ഇരിക്കുന്ന കാഴ്ച ചിലരെ വല്ലാതെ ചൊടിപ്പിക്കും. ഈ ദിവസങ്ങളിൽ യേശു നിങ്ങളുടെ ഒപ്പം നടക്കുന്ന കാഴ്ച ചിലർക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കും. മറ്റു പലരും കരുതുന്ന ഞങ്ങളാണ് ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെന്നൊക്കെയുള്ള അതിൻ്റെ ഹോൾസെയിൽ വ്യാപാരികളായി നിൽക്കുന്ന പലരും സാധാരണക്കാരിൽ സാധാരണക്കാരായവരുടെ കയം പിടിച്ച് ദൈവം നടക്കുന്ന കാഴ്ച കാണുമ്പോൾ അവർക്കൊക്കെ അത് സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റു പലർക്കും ശ്രേഷ്ഠമെന്ന് അഭിമാനിക്കാൻ കഴിയുന്ന പലതുമുള്ളപ്പോൾ എല്ലാ ശ്രേഷ്ഠന്മാരെക്കാളും അതിശ്രേഷ്ഠനായ യേശു കർത്താവ് യാതൊരുവിധ മേന്മയും പറയാനില്ലാത്ത നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അരികിലേക്ക് വന്നു നിൽക്കുന്നത് അവിടുത്തെ കൃപയെന്നല്ലാതെ ആ വാക്കിനെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ദൈവം താൻ മനസ്സ് വെച്ച് നമ്മുടെ കൂടെ വന്നു നിൽക്കുമ്പോൾ ആ കാഴ്ചയുടെ മനോഹാരിത നമ്മൾ ആസ്വദിക്കുമ്പോൾ മറ്റു ചിലർക്കത് അസൂയയോടെ മാത്രമേ നോക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ കഷ്ടകാലം തീരും കുഞ്ഞെ, എൻ്റെ വേദനയുടെ നാളുകൾ അവസാനിക്കും. യേശു നിങ്ങളുടെ ജീവിതത്തെ ഒരു മാറ്റത്തിലേക്ക് നയിക്കുമ്പോൾ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അരികിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു കാഴ്ചയിൽ ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങൾ, ആ ഒരു കൂട്ടായ്മയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവെക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടും ഞങ്ങൾ വളരെ കാലം പയറ്റിയുമൊക്കെയാണ് ഇത് നേടിയതെന്നൊക്കെ പറയുന്ന മറ്റു പലർക്കും ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറുന്ന നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു പുരോഗതി കാണുമ്പോൾ വല്ലാത്ത വേദന ഉണ്ടാകുക തന്നെ ചെയ്യും. ചിലർ അസൂയപ്പെടുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ വരും. ചിലർക്ക് സഹിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. മറ്റു പലർക്കും അനുഭവിപ്പാൻ കഴിയാത്ത ഒരു വിധത്തിൽ ദൈവത്തിൻ്റെ സാമീപ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അരികിൽ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് ആലോചന പറയുന്നു. ഡോക്ടർ രോഗികളുടെ അരികിലിരിക്കുന്നത് അവരെ സുഖപ്പെടുത്താനാണ്. കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ സുഖപ്പെടുത്താനാണ്. ജീവിതം എത്രത്തോളം നശിച്ചു പോയിട്ടുണ്ടെങ്കിലും പേടിക്കണ്ട. യേശുവിൻ്റെ സാമീപ്യം നമ്മുടെ ലൈഫിനെ റീസ്റ്റോർ ചെയ്യും. അതിൻ്റെ ബ്യൂട്ടി പഴയതിനേക്കാൾ ചന്തത്തോടെ തിരിച്ചു വരും. എന്തെല്ലാം തട്ടുകേടുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും, എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ആ പോരായ്മകൾ മാറ്റാൻ വേണ്ടിയാണ്. യേശു കൈവച്ചാൽ എന്തും നേരെയാകും, ആരും നേരെയാകും, എവിടെ വെച്ചും നേരെയാകും. അതുകൊണ്ട് സ്വഭാവ ദൂഷ്യങ്ങളുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവരും, അവഹേളനകരമായ വാക്കുകൾ ഏറെ കേട്ട് സ്വയം വില താഴ്ത്തിക്കളഞ്ഞവരും, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് തന്നെത്താൻ പറഞ്ഞ് സങ്കടപ്പെടുന്നവരും ഈ വാക്കൊന്ന് കേട്ടുകൊള്ളുക. യേശു നിങ്ങളുടെ അരികിൽ വന്നാൽ നിങ്ങളുടെ മൂല്യം ഉയരും. യേശു നിങ്ങളുടെ അരികിൽ വന്ന് നിന്നാൽ നിങ്ങളുടെ നിലവാരം മാറും. യേശു ഏറ്റവും വിലയേറിയവനാണ്. ഏറ്റവും വിലയേറിയവൻ ഒട്ടും വിലയില്ലാത്ത നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ നമ്മളും അവൻ കാരണം വിലയുള്ളവരായി മാറുകയാണ്.
വാറങ്കൽ എന്ന് പറയുന്ന തെലങ്കാനയിലെ ഒരു സ്ഥലം. പണ്ടവിടെ ആ നഗരത്തിൻ്റെ വേസ്റ്റുകൾ കൂട്ടിയിട്ടിരുന്ന ഒരു ചേറ് നിറഞ്ഞ മാലിന്യ കൂമ്പാരങ്ങൾ കുഞ്ഞുകൂടി കിടന്നിരുന്നൊരു സ്ഥലം. ആ സ്ഥലം ഒരിക്കൽ ഒരു മനുഷ്യൻ കണ്ടിട്ട് എനിക്കിത് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അന്ന് അദ്ദേഹം പുറമ്പോക്കിനേക്കാളും കെട്ടതായി കിടക്കുന്ന ആ വൃത്തികെട്ട സ്ഥലം എന്തിന് വില കൊടുത്തു വാങ്ങുന്നു എന്നുള്ളതായ ചോദ്യം അവിടെയുള്ള പലരെയും ആശങ്കയിലാക്കി എന്നുള്ളതാണ്. കാരണം ഒരു ചർച്ച് പണിയാൻ വേണ്ടിയാണ് ആ സ്ഥലം അദ്ദേഹം കണ്ടത്. അന്നേരം ആ നഗരത്തിൻ്റെ ഏറ്റവും പുറകുവശത്തായിട്ട് ഈ പറയപ്പെടുന്ന പ്രസ്തുത സ്ഥലം ആ ദൈവദാസൻ കാശ് കൊടുത്ത് മേടിച്ചു. തൻ്റെ കൂടെയുള്ള സഭയോട് പറഞ്ഞു, നമുക്കത് വാങ്ങണം. അങ്ങനെ ആ ചർച്ച് പണിയുവാൻ വേണ്ടി അവർ ആ സ്ഥലം വാങ്ങി. മനോഹരമായൊരു ചർച്ച് അവിടെ അവർ പണി കഴിപ്പിക്കുവാൻ ആരംഭിച്ചു. ആ ചർച്ചിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു മാറ്റം അവിടെ സംഭവിച്ചു. പുതിയൊരു ഹൈവേ വന്നു. ആ ഹൈവേ വന്നു പോകുന്നത് ഈ പ്രസ്തുത സഭയുടെ മുൻപിലൂടെയാണ്. അങ്ങനെ വന്നപ്പോൾ നഗരം പുറകിലായിപ്പോയി, പുതിയ നഗരം ഫ്രണ്ടിലായിട്ട് വന്നു. ഇന്നലകളിൽ ആ നഗരത്തിൻ്റെ പിന്നാമ്പുറത്തായിരുന്ന ഈ സ്ഥലം ആ നഗരത്തിൻ്റെ ഹൃദയഭാഗമായി കുറച്ച് നാളുകൾ കൊണ്ട് രൂപപ്പെട്ടു വന്നു. അങ്ങനെ നഗരം നിലവിലുണ്ടായിരുന്ന നഗരത്തിൻ്റെ പുറകിൽ പുതിയൊരു ടൗണായി അത് കെട്ടിപ്പൊക്കപ്പെടുകയും ഈ പ്രസ്തുത ചേറൊക്കെ നിറഞ്ഞിരുന്ന മാലിന്യം കൂട്ടിയിട്ടിരുന്ന സ്ഥലം ആ നഗരത്തിൻ്റെ ഹൃദയഭാഗമായി തീരുകയും ചെയ്തു. ഒരു ദൈവദാസൻ്റെ ദൈക്ഷണികമായ നിലപാടും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും തൻ്റെ മിനിസ്ട്രിയെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അന്തസ്സുള്ളൊരു സഭ അവിടെ പടുത്തുയർത്തുന്നതിനും ആ ദൈവദാസനെ സഹായിച്ചു. ഞാൻ ആ പ്രസ്തുത സഭയിൽ പോയി കർത്താവിൻ്റെ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളോട് ഞാനൊന്ന് പറയാം, എത്ര വില കുറഞ്ഞവൻ ആണ് നമ്മളെങ്കിലും യേശു നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളും ഈ പറഞ്ഞ ഒരു ടൗൺഷിപ്പായിട്ടങ്ങ് മാറും. യേശു വന്നു എന്ന ഏക കാരണത്താൽ നമ്മളുടെ പുറമ്പോക്ക് പോലെയുള്ള ജീവിതം മനോഹരമായൊരു നഗരം പോലെ വിസ്തൃതമായി തീരും. നിങ്ങൾക്ക് ദൈവം ഒരുക്കുന്ന ഈ പുതിയ മാറ്റം ഒരുങ്ങി വരികയാണ്. യേശു വരുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ സുഖപ്പെടുത്താനാണ്. കർത്താവ് അത് ചെയ്യാൻ പോകുന്നു. പരീശന്മാർ അസ്വസ്ഥരായെന്നാണ് ഈ വേദപുസ്തകം നമ്മോട് പറയുന്നത്. അവർ പറയുന്നത് ദൈവം ഇരിക്കുകയാണെങ്കിൽ ദൈവം ഞങ്ങളുടെ കൂടെ വേണം ഇരിക്കാൻ. കാരണം ഞങ്ങളാണ് ദൈവത്തിൻ്റെ നിയമപ്രകാരം ഏറ്റവും മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരുമൊക്കെ ആയിട്ട് സമൂഹത്തിൻ്റെ നടുവിൽ വസ്ത്രങ്ങൾ പോലും ധരിച്ച് നടക്കുന്നത്. അപ്പോൾ ദൈവം പ്രവർത്തിച്ചാൽ, ദൈവം ഇരുന്നാൽ, ദൈവം നിലപാടുകൾ പറഞ്ഞാൽ അത് ഞങ്ങളുമായിട്ട് വേണം. കാരണം ഞങ്ങളാണല്ലോ ദൈവത്തിൻ്റെ യൂണിയൻകാർ. പക്ഷേ ഈ ആത്മീക തൊഴിലാളി വർഗത്തിൻ്റെ ഇടയിൽ ദൈവപുത്രൻ തൻ്റെ കസേരയ്ക്കൊരിടം കണ്ടെത്തിയില്ല. അവരുടെ വട്ടമേശ സമ്മേളനങ്ങൾക്കിടയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതും അതിനും പുറത്തേക്ക് പരിത്യജിക്കപ്പെട്ടവരുമായവരുടെ ഇടയിൽ ദൈവം വന്ന് ഇടം കണ്ടെത്തി. അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ദൈവം ഇരുന്നു. യേശു അങ്ങനെ അവരുടെ കൂടെ ആഹാരം കഴിക്കാൻ തയ്യാറായി. ഈ കാഴ്ച പരീശന്മാരെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഞങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന്, അല്ലെങ്കിൽ അതിന് യോഗ്യർ ഞങ്ങളാണ് എന്ന് അവർ സ്വയം കരുതുമ്പോൾ ഇപ്പോൾ ദൈവം പോയിരിക്കുന്നത് നേരെ എതിർഭാഗത്താണ്. യാതൊരു യോഗ്യതയും ഇല്ല എന്ന് കരുതുന്നവരുടെ കൂട്ടത്തിൽ യേശു ഇപ്പോൾ ഇരിക്കുന്നു. ഇനിയാണ് ഈ മെസ്സേജിൻ്റെ ഏറ്റവും വലിയ ഹൃദയം ഞാൻ തുറക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കൂട്ടർക്ക് ഈ കാഴ്ച അസ്വസ്ഥതയാണ്. എന്നാൽ മറ്റൊരു കൂട്ടർക്ക്, യേശുവിനെ അരികിൽ കിട്ടിയവർക്ക്, അവർ അനുഭവിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൃപയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ കൃപ, നിങ്ങളത് കൃപയായി അനുഭവിക്കുമ്പോൾ അതിന് സാക്ഷികളായി പുറത്തു നിൽക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ചിലർക്ക് കടുത്ത അസൂയ തന്നെയായിരിക്കും ഇതിനു മുമ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ കൃപയായി അനുഭവിക്കുന്നത് തങ്ങൾക്ക് കിട്ടിയില്ല എന്നതിൻ്റെ കാരണത്താൽ പുറത്തു നിൽക്കുന്ന ചിലർ കടുത്ത അസൂയാലുക്കളായി മാറും. ആരൊക്കെയോ അസൂയയോടെ നോക്കിക്കാണുന്നത് നിങ്ങൾ കൃപയായി അനുഭവിക്കും. ഇതാണ് ദൂതിൻ്റെ മർമ്മം. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് ഇന്ന് രാവിലെ പറയുന്നു. ആരൊക്കെയോ അസൂയയോടുകൂടെ നോക്കിക്കാണുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കൃപ നിമിത്തം സന്തോഷത്തോടുകൂടെ അനുഭവിക്കും. അവർ അനുഭവിക്കുന്ന അസ്വസ്ഥതയാണ് ഇന്ന് നീ അനുഭവിക്കുന്ന മഹാകൃപ. കുഞ്ഞെ, ദൈവം നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ യോഗ്യതകൾ നോക്കിയാൽ ദൈവം ഒരിക്കലും നിൻ്റെ കൂടെ വരില്ലായിരിക്കാം. യോഗ്യന്മാരപ്പുറത്തുണ്ടല്ലോ. പക്ഷേ യോഗ്യതയുടെ മാനദണ്ഡങ്ങളെ ഒന്നും മുഖവിലേക്കെടുക്കാതെ ദൈവം വന്ന് നിൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ അയോഗ്യനായ എൻ്റെ കൂടെ കർത്താവ് വന്നിരിക്കുന്നേ എന്നുള്ളതായ തിരിച്ചറിവുണ്ടല്ലോ. ആ തിരിച്ചറിവാണ് നമ്മളുടെ നിലയും വിലയും നമുക്കെപ്പോഴും ബോധ്യപ്പെടുത്തി തരുന്നത്. എന്താണ് കൃപ?
അനർഹതയുള്ളത് എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അർഹതയുള്ളവർക്ക് കിട്ടാതെ പോകുന്നത് അനർഹനായി എനിക്ക് ധാരാളമായി കിട്ടുന്നു എന്നുള്ളതാണ്. കൃപ കർത്താവായ യേശുവാണ്. യേശുവിനെ കിട്ടുകയാണ്. ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞെ, കർത്താവിൻ്റെ സാമീപ്യം നീ ചിന്തിക്കുന്നതിനേക്കാൾ ആഴമായി നിനക്ക് ലഭിക്കുന്ന മണിക്കൂറുകളാണിത്. അതുമാത്രവുമല്ല, പലരും അസൂയയോടുകൂടെ നോക്കുന്ന ചില കാര്യങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭവനമാകാം, വാഹന നന്മകളാകാം, സമ്പത്താകാം, ജീവിതത്തിൻ്റെ സമൃദ്ധമായ ഉയർച്ചയോ ഐശ്വര്യമോ ആകാം, ആത്മീകമായ ഔന്നിത്യങ്ങളാകാം, ദൈവം നൽകുന്ന ശ്രേഷ്ഠമായ കൃപകളോ വരങ്ങളോ അഭിഷേകങ്ങളോ ആകാം. മറ്റു പലർക്കും കഴിയാത്ത കാര്യങ്ങൾ ദൈവം നിങ്ങളിലൂടെ ചെയ്യുന്നതാകാം. ദൈവം നിനക്ക് തരാൻ പോകുന്ന പ്രസിദ്ധിയാകാം. കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വ്യക്തിഗതമായിരിക്കുന്ന പുതുവഴിത്തിരിവുകളായിരിക്കാം. എന്തും നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായി വെളിപ്പെടാൻ പോകുന്ന ചില കാര്യങ്ങൾ, ജീവിതത്തിലെ യോഗ്യതകൾ കൊണ്ട് ഒരിക്കലും നേടാൻ കഴിയത്തില്ല എന്ന് തന്നെ നമുക്ക് ബോധ്യമുള്ള ചില വൻ കാര്യങ്ങൾ കൃപയായി നാം അനുഭവിപ്പാൻ പോവുകയാണ്. ദൈവം അത് കൃപ നിമിത്തം നമുക്ക് ചൊരിഞ്ഞു തരാൻ പോവുകയാണ്. ചിലർ അസൂയയോടുകൂടെ നോക്കുന്ന, കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയാത്ത അസ്വസ്ഥത ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കൃപയാൽ നാം അതിൻ്റെ സൗഭാഗ്യം ഏറെ അനുഭവിക്കാൻ പോകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഈ വചന വെളിപ്പാടിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ഹൃദയം തുറന്ന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ ഈ ആലോചനയിൽ ഞങ്ങൾ തൃപ്തരായി തീർന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ ദൈവശബ്ദം നിമിത്തം കർത്താവിനോടടുക്കുന്ന, ദൈവിക സന്തോഷം പ്രാപിക്കുന്ന എല്ലാ പൊന്നുമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരുടെ ലൈഫിൽ പലരും അസൂയയോടുകൂടെ നോക്കുന്ന കാര്യങ്ങൾ ഇവർ കൃപയാൽ അനുഭവിപ്പാൻ തക്കവിധം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവനിസ്സങ്ങൾ, ഈ മണിക്കൂറുകൾ ഇവർക്ക് അനുഗ്രഹങ്ങളാക്കി തീർക്കണമേ. യേശു മഹാരാജാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം, ഇന്ന് പകല് കോട്ടയത്ത് IMA ഹാളിൽ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നുണ്ട്. 2026 ജനുവരി 31 നിങ്ങൾ വരിക. ഇന്ന് പകലും രാത്രിയിലുമുള്ള കൂട്ടായ്മകളിൽ പങ്കുചേരുക. നാളത്തെ വിശുദ്ധ ആരാധനയിൽ നമുക്ക് നേരിട്ട് കാണാം. യേശു അപ്പയുടെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.